ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ 2013 പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദൃശ്യം. ത്രില്ലർ പ്രേമികളും കുടുംബ പ്രേക്ഷകരും ഒരുപോലെ സ്വീകരിച്ച് മലയാളത്തിൽ വമ്പൻ വിജയമായി മാറിയുന്ന ചിത്രമായിരുന്നു ഇത്. മലയാളത്തിലെ മികച്ച ത്രില്ലർ സിനിമകളിൽ ഒന്നായിരുന്ന ദൃശ്യം ഇന്ത്യയിൽ വിവിധ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ചിത്രം റിലീസായതിനു ശേഷം ദൃശ്യം മോഡൽ കൊലപാതകം എന്ന രീതിയിൽ ഒരുപാട് കേസുകൾ പിന്നീട് വന്നിരുന്നു. തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ നേരിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ദൃശ്യം മോഡലിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ മോഹൻലാൽ. ഇതെല്ലാം മീറ്റ് ബിലീഫ് അല്ലേ എന്നും യഥാർത്ഥ ജീവിതത്തിൽ നടന്നാൽ പോലീസ് പിടിക്കുമെന്ന് ഉറപ്പാണെന്നുമാണ് മോഹൻലാൽ പറയുന്നത്. തൻ്റെ സ്ഫടികം സിനിമയിൽ മുണ്ടഴിച്ച് പോലീസുകാരനെ തല്ലുന്നത് കണ്ട് അതുപോലെ ചെയ്താൽ പോലീസുകാരെല്ലാം അവരെ തല്ലില്ലേ എന്നും താരം ചോദിച്ചു. ഇതെല്ലാം മീറ്റ് ബിലീഫ് അല്ലേ? കാരണം റിയലായി നടന്നാൽ പോലീസ് പിടിക്കുമെന്നുറപ്പാണ്. സിനിമയിൽ ആൾക്കാരെ വിശ്വസിപ്പിച്ചു എന്നുള്ളതാണ് ദൃശ്യത്തിൻ്റെ കാര്യം. അതാണ് സിനിമയുടെ ബ്രില്യൻസ്. സ്ഫടികം എന്ന സിനിമയിൽ ഞാൻ എൻ്റെ മുണ്ടഴിച്ച് പോലീസുകാരനെ തല്ലുന്നുണ്ട്. അത് കണ്ട് ആൾക്കാർ അത് ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാരെല്ലാം അവരെ തല്ലില്ലേ? അങ്ങനെ ആളുകൾ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഇത് ഒരു മീറ്റ് ബിലീഫാണ്. നേര് പോലുള്ള സിനിമയിൽ ഉള്ളത് മീറ്റ് ബിലീഫ് അല്ല, യഥാർത്ഥത്തിലുള്ള കോടതിയിലെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് സിനിമ കാണുമ്പോൾ ഒരിക്കലും കള്ളത്തരമാണെന്ന് തോന്നില്ല, മോഹൻലാൽ പറഞ്ഞു. മോഹൻലാലും ജീത്തു ജോസഫും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് നേരെ. സുപ്രധാന കേസിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കോർട്ട് റൂം ഡ്രാമയാണ് ചിത്രം. ശാന്തി മായാദേവിയും ജീത്തു ജോസഫും ചേർന്നാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത്. ഡിസംബർ 21 നേര് റിലീസ് ചെയ്യുന്നത്.